സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. പ്രാർത്ഥനാ നിർഭരമായ തൻ്റെ ബാല്യ കൗമാരങ്ങൾ ഈ വൈദികനിൽ ഇന്നും ഒളിമങ്ങാതെ കിടക്കുന്നു. സംഗീതസാന്ദ്രമായ തൻ്റെ കുടുംബാന്തരീക്ഷം അച്ഛൻ ഇന്നും പ്രിയപ്പെട്ടതാണ്. വീട്ടിലെല്ലാവരും ചേർന്ന് ഗാനമേള മാതിരി മിക്കവാറും ദിവസങ്ങളിലുണ്ടാകും. അമ്മയെ കേട്ടിരിക്കും. അപ്പോഴേ ഒരു ചേട്ടൻ തബല വായിക്കുന്ന ചേട്ടനുണ്ട്, വലിയേട്ടൻ ഒക്കച്ചൻ പാട്ടിൻ്റെ ലീഡർ, വലിയേച്ചി, ചേച്ചിയും ചേട്ടനൊക്കെ അങ്ങ് പ്രസിദ്ധരായിട്ട് പാട്ടുകാരാണ്. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലല്ല, അല്ലാത്ത ഗാനങ്ങൾ ഗാനമേള മാതിരി അങ്ങനെ പാട്ടാണ്. ഒരു ചേട്ടൻ ഫ്ലൂട്ട് വായിക്കും. ഇത്രയും ആൾക്കാർ ചേർന്നിരുന്ന് അങ്ങോട്ട് ഒരു ഗാനമേള മാതിരിയുള്ള. അന്നൊക്കെ ദേവരാജൻ്റെയും വയലാറിൻ്റെയും പിന്നെ ONVയുടെയൊക്കെ കവിതകളും ദേവരാജ് മാഷയുടെ ട്യൂണും ഒക്കെയാണ്. ഞാനീ
വലിയ കുടിയേരങ്ങളൊക്കെ സെമിനാരി പാടിയിട്ടുണ്ട്. അന്ന് യാതൊരു മുടക്കമില്ല. ആ സമയം നമ്മൾ ജീവിച്ചിരുന്ന ചെറുപ്പകാലത്തൊക്കെ പാടിയിരുന്ന പള്ളിയിൽ നിന്ന് പുറത്താക്കിയാണ്. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിത പുതിയ കോടികളുമായി. അതുപോലെ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഇപ്പു ചുണ്ടമ പുതിയ പൗരനുണറും. ഇന്ത്യയുടെ ചരിത്രം അതെത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു ദേശഭക്തി ഗാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നുമില്ല. അത് നല്ല പാട്ട് അങ്ങനെ പാടുന്നു. ചിത്രരചനയിലും ഈ വൈദികൻ അതീവ തൽപരനായിരുന്നു. ചിത്രരചനയുമായി ബന്ധപ്പെട്ട് തൻ്റെ ബാല്യകാലത്തെ ഒരു നിറം പിടിച്ച ഓർമ്മ അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. ഈ ഓർമ്മയ്ക്ക് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയോളം വലിപ്പമുണ്ടെന്ന്. 57 എറണാകുളം നെഹ്റു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കാലം. അപ്പോൾ അതിനുമുമ്പ് ഞാൻ സ്കൂളിലെ ജില്ലാ മേളയ്ക്ക് ഡ്രോയിങ്ങിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ആ ചിത്രം കൊണ്ട് അപ്പോൾ ഞാൻ പോകേണ്ടി ഒന്നുമില്ല. അന്ന് ചിത്രം പരിസരം കൊണ്ടുപോയിട്ട് അത് പിന്നെ സ്റ്റേറ്റിന് അത് അബ്സെക്റ്റ് ഇല്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഫ്രെയിം ചെയ്തൊക്കെയാണ് കൊണ്ടുപോയത് സാറന്മാർ. അപ്പം അങ്ങനെ ആ ഫോട്ടോ അവിടെ ഇരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് വന്ന് കണ്ട്, എടാ ഇത് നമുക്ക് നെഹ്റുവിന് കൊടുക്കാം എന്ന് പറഞ്ഞു എൻ്റെ ചേട്ടനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് തൊടുപുഴയ്ക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു കുഗ്രാമത്തിൽ നിന്ന്, അത് ഞാൻ 9ാം ക്ലാസ് പഠിക്കുകയാണ്. അന്നൊക്കെ 10ാം ക്ലാസ് വരെ നിക്കറാണ്, വെറും നിക്കറും ഷർട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെങ്കിൽ ഇന്നത്തെ പോലെ പാൻസും പരിപാടിയൊന്നുമില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം നെഹ്റു പ്രസംഗം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ പുറകെ കൂടെ അങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോൾ പനമ്പള്ളിയുണ്ട്, ഹെൻറി വെസ്റ്റിനുണ്ട്, പിന്നെ ഒരു പത്രാധിപരുണ്ട്, CJ തോമസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് കൂടി കൊണ്ടുവന്ന് അപ്പോൾ നെഹ്റുണ്ട്, ഓ ബാപ്പുജി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ക്ഷയിക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടൊക്കെ ഇന്ത്യയിലും ഇംഗ്ലീഷൊക്കെ പറഞ്ഞു. നമുക്കന്ന് അത്ര പിടിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പുള്ളി പനമ്പള്ളിയോട് പറഞ്ഞു, ഇത് കോൺഗ്രസ് കൊണ്ടുവച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു. ബിരുദ പഠനശേഷം റെയിൽവേ മെയിൽ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചു. കൊച്ചി നഗരത്തിൻ്റെ തിരക്കിനിടയിലും തൻ്റെ സംഗീത പഠനം മുടക്കാൻ അച്ഛൻ തയ്യാറല്ലായിരുന്നു. എറണാകുളത്തെ ജോലിയുമായിട്ട് വന്നതിന് ശേഷം കിട്ടിയൊരു വലിയ അനുഗ്രഹം, വലിയൊരു സംഗീതജ്ഞൻ കടക്കാവൂർ രംഗനാഥ ഭാഗവതർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ 5 വർഷം സംഗീതം അഭ്യസിക്കാൻ സാധിച്ചു. അന്നൊന്നും ഇതിലും അതിന് ആഴ്ചയൊരിക്കൽ എന്നുള്ള പരിപാടിയൊന്നുമില്ല. സാറിന് സൗകര്യവും നമ്മുടെ സൗകര്യമുള്ളപ്പോൾ പല വട്ടം വീട്ടിൽ വന്നും സാറിൻ്റെ വീട്ടിൽ പോയും പഠിക്കുമായിരുന്നു. ആ കാലത്ത് തന്നെയാണ് നെയ്യാറ്റിൻകര വാസുദേവൻ സാറും അക്കാഡമിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സ് സോയ, നീന എന്നോട് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 2 പേരും കൂടുതലായിട്ട് പഠിപ്പിച്ചത് രംഗനാഥ് സാറാണ്. ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള ഹാർമോണിയത്തിൽ എങ്ങനെ ആകാമെന്നുള്ള കാര്യം പഠിപ്പിച്ചത് രംഗനാഥ് സാറാണ്. അതുവരെയും വലിയേട്ടൻ ഇങ്ങനെ ഹിന്ദി പാട്ടുകളെല്ലാം ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് വായിക്കാൻ ആയി. രംഗനാഥ് സാറാണ് ഓരോ രാഗത്തിൻ്റെ ചില രാഗങ്ങൾ ഇപ്പോൾ പറയുന്ന സ്വരങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാഗമാകില്ല. അപ്പോൾ അതിൻ്റെ ഒരു രീതികളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നീട് ഞാൻ പല സാറിൻ്റെ കച്ചേരിക്ക് തന്നെ ഒക്കെ വായിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും
വീട്ടിൽ വരുമ്പോൾ ഞാൻ ഹാർമോണിയം വായിച്ചാണ് അവർ പാടുന്നത്. ഇക്കാലത്ത് തന്നെയാണ് നെയ്യാറ്റിങ്കര വാസുദേവനെ പോലെയുള്ള പ്രഗത്ഭ സംഗീതജ്ഞരുടെ ഗുരുതുല്യമായ സാമീപ്യം അനുഭവിക്കാൻ ഇടയാവുന്നത്. നെയ്യാറ്റിങ്കര വാസുദേവൻ സാറുമായിട്ട് നമുക്ക് പ്രത്യേക ഒരു അടുപ്പവും താല്പര്യമുണ്ട്. അദ്ദേഹം അറബിയിൽ തൃപ്പൂണിത്തുറ പ്രൊഫസറായിരുന്ന കാലത്ത് മിക്കവാറും സാധിക്കുമ്പോഴൊക്കെ ആഴ്ചയുടെ അവസാനത്തിലൊക്കെ വീട്ടിൽ വരും. സാറിന് ഒരു പ്രൊഫസർ എന്നുള്ള നിലയല്ല, അമ്മയായിട്ടൊക്കെ ഭയങ്കര അടുപ്പവും വളരെ ബഹുമാനമാണ് അദ്ദേഹം. ഈ അടുത്ത മരിക്കുന്നതിന് മുമ്പിൽ 2 വർഷം മുമ്പ് പൊൻകുന്നത്തൊക്കെ ഉണ്ട് കച്ചേരി ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത്. അത് കച്ചേരി കഴിഞ്ഞ് വീട്ടിൽ ചെന്നു അമ്മയെ കണ്ടൊക്കെ, അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയെ കണ്ടൊക്കെ രോഹിക്ക് പറഞ്ഞു പോയി. അപ്പോൾ അത്രയും അടുപ്പമുണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സാറ് തന്നെയാണ് അന്നാണ് ഒരു തില്ലാന പഠിപ്പിച്ചു, ഒറ്റ ഇരിപ്പിൽ പഠിപ്പിച്ചിരുന്നത്. ഗീതധുനിക്ക് തകധീം തതൃകൃതോ ഗീതധുനിക തകധീം തതൃകൃതോ നാചേലോരി താതി തൈ 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 തിരഗോ ഗീതധുനിക തകധീം തതൃകൃതോ നാചേലോരി താതി തൈ തൈ തിരഗോ ഗീതധുനിക തകധീം. ആ ഇത് പഠിപ്പിച്ച് പുള്ളി ഒറ്റ ദിവസം കണ്ട് നേരത്തെ പഠിപ്പിച്ചിട്ട് പോയി. അത് ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സാറുമായിട്ട് എൻ്റെ ചേട്ടനുമായിട്ടും എല്ലാവരും വീട്ടിലെല്ലാവരുമായിട്ട് സാറിന് ഭയങ്കര അടുപ്പമായിരുന്നു. അദ്ദേഹം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നേരത്തെ മരിച്ചുപോയി. അതിൽ ഒറ്റ ഗുരുഭൂതന്മാരാരും ഒന്നും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. ആത്മീയാംശമില്ലാത്ത കലാകാരന്മാർ തുലോം വിരളമാണ്. എങ്കിൽ ജോൺ എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഫാദർ ജോൺ വിജയനായതിന് പിന്നിലെ രഹസ്യവും ഈ ആത്മീയാംശം തന്നെ. തൻ്റെ ദൈവവിളിക്ക് പിന്നിലെ പരീക്ഷണങ്ങൾ ഏറെ സന്തോഷത്തോടെയാണ് ഈ വൈദികൻ ഓർമ്മിച്ചെടുക്കുന്നത്.
ആദ്യ കുർബാന സ്വീകരിക്കുന്ന കാലം മുതലേ വൈദികനാകണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അന്ന് സിസ്റ്റേഴ്സാണ് പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം 8ാം ക്ലാസ് മുതൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൂടുതൽ താല്പര്യം സംഗീതത്തോടായിരുന്നു. പിന്നീട് പാലാ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വീണ്ടും ഇങ്ങനെ വൈദികനാകണമെന്നുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉദ്യോഗം നോക്കാതെ നിവൃത്തിയില്ല. കഷ്ടിച്ച് ഒരു ഗ്രാജുവേഷനൊക്കെ ആയപ്പോഴത്തേക്കും PNTയിൽ ഇങ്ങനെ ജോലിക്കുള്ള വിളി വന്നു. അന്ന് ഇൻ്റർവ്യൂ ഒന്നുമില്ല, കൂടുതൽ മാർക്കുള്ളവരെ എടുക്കുക എന്നുള്ളതാണ് അന്നത്തെ രീതി. 7 വർഷത്തോളം PNT ജോലി നോക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് ഇങ്ങനെ ആലോചനയായി. സംഗീതം പഠിക്കുന്നുണ്ട്, സംഗീതത്തോട് താല്പര്യമുണ്ട്, എന്നാലും വിട്ടുപോകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഉദ്യോഗം വിട്ടുപോയി കഴിഞ്ഞാൽ അന്ന് വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ്. സാമ്പത്തികമായിട്ട് ഒരു സാധ്യതയില്ല. 5, 8, 9 പേരും അപ്പനും അമ്മയുള്ളൊരു വീട്ടിൽ എനിക്കും എൻ്റെ ചേട്ടനും ഉള്ള ഉദ്യോഗം കൊണ്ടാണ് ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഉദ്യോഗം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്താകുന്നൊരു ചിന്തയുണ്ടായി. എന്നിപ്പോലും എന്തായാലും വേണ്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് പല സഭകളിലും അന്വേഷിച്ചു. അന്നേരം ഒരു സന്യാസികളിലൊക്കെ ജോണിനിപ്പോൾ നല്ലൊരു ഉദ്യോഗം ഉണ്ടല്ലോ, ഇത് ഉപേക്ഷിച്ചിട്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയെങ്കിൽ വീട്ടുകാരെല്ലാം നമ്മൾ ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറി. വൈദിക വഴി ഇറങ്ങാൻ എന്നെ ധൈര്യപ്പെടുത്തിയതും പിച്ചുവെച്ച് നടത്തിയതും കൈപ്പം ബ്ലാക്കിലച്ഛനാണ്. അച്ഛൻ ഓഫീസിൽ വന്ന് 1-2 പ്രാവശ്യം വന്ന് ധൈര്യപ്പെടുത്തി ലീവ് എടുത്ത് വരാൻ പറഞ്ഞു. ലീവ് എടുത്ത് പോയി. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ സൂപ്രണ്ടിൻ്റെ കത്ത് വന്നിങ്ങനെ ഇനി ലീവ് നീട്ടണമെങ്കിൽ DMO സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ആളത്ത് വന്നിട്ട് സൂപ്രണ്ടിനെ കണ്ടിട്ട് പറഞ്ഞു, സാറേ ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ് ഇനി. അന്നേരം അദ്ദേഹം പറഞ്ഞ് ഞാൻ കുറേ വർഷം 4-5 വർഷത്തേക്ക് ഉദ്യോഗം അവിടെ കിടക്കട്ടെ, ഞാൻ ലീവ് നീട്ടിത്തരാം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു സാറേ അത് രണ്ടും കൂടെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ റിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ റിസൈൻ ചെയ്തു. അങ്ങനെ കൈപ്പളാകലച്ചിന് അടിച്ചു തന്നു. അവിടെ ഭയങ്കര താപസ ക്രിയകളൊക്കെ ഉള്ള സമയമായിരുന്നു. 4 മണിക്ക് എഴുന്നേൽക്കുന്നു, ഉടനെ പച്ചവെള്ളത്തിൽ കുളിക്കുന്നു, യോഗാഭ്യാസം, തുടർന്ന് പള്ളിയിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതൊരു 5-8 മണിയോടുകൂടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. 1 മണിക്കൂർ കഠിനാധ്വാനം, അതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഞാൻ 2 വർഷം ന്യൂഷീറ്റ് നടത്തി. അവിടെ ന്യൂഷീറ്റ് കാലത്ത് ഈ വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന പരിപാടിയായിരുന്നു. തീരെ ആവശ്യന്മാരായിട്ട് വഴി കിടക്കുന്ന ആൾക്കാർ അച്ഛൻ പൊക്കിക്കൊണ്ടുവരും. അവരെല്ലാം കുളിപ്പിച്ച് ആ തുണിയും കൊണ്ട് അരുവി പോയിട്ടെല്ലാം അലക്കി വൃത്തിയാക്കിയിട്ടിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു ചെല്ലുന്നത്. തിരുമുഖം കാണാൻ ദാഹം ഞാൻ കേഴും. രണ്ട് 3 വർഷമായിട്ടും സെമിനാരിയിലേക്ക് ഉള്ള പരിശീലനത്തെ സന്യാസ പരിശീലനം ഉണ്ടായിരുന്നു. ന്യൂഷീറ്റ് കഴിഞ്ഞു. പക്ഷേ വൈദികനാകാനുള്ള ഏർപ്പാടൊന്നും ചെയ്യാത്തപ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായി. ഞാൻ ആപ്പടെ പ്രതിസന്ധിയിലായി. അച്ഛനോട് ചോദിക്കാനും നിവൃത്തിയില്ല. ഏതായാലും ചോദിച്ചു. അങ്ങനെ വരുമ്പോൾ അച്ഛന് കാര്യം തുറന്നു പറഞ്ഞു. അത് സന്യാസഭയായിട്ട് തന്നെ നിർത്താനാണ് അച്ഛൻ്റെ ആഗ്രഹം. കൂടുതൽ വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗം സന്യാസം തന്നെയാണ്. അത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെട്ട് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് താമസിക്കാൻ നിവൃത്തിയില്ല. എല്ലാവരും ഇങ്ങനെ ഈ എന്നെ സെൻറ്റ് ഓഫ് നയിച്ച സ്റ്റാഫൊക്കെ വിചാരിച്ചിട്ടുണ്ട് 2-3 വർഷമായിക്കുമ്പോഴത്തേനും വൈദിക പരിശീലനത്തിൽ അത്രയും എത്തിക്കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളൊന്നുമില്ലാതെ തിരിച്ചു വരുന്നു. വീണ്ടും ഇവിടെ നിൽക്കാനുള്ള വിഷമം കൊണ്ട് നേരെ മലബാറിലേക്ക് കിടക്കുന്നു. വള്ളോൾ പള്ളി ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള പുറപ്പാടാണ്. അങ്ങനെയാണ് തലശ്ശേരിയിൽ എത്തിച്ചേരുന്നത്. തലശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞ് എന്നിട്ടും ഒരു തീരുമാനമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ
ഈ ഫുട്ബോൾ കളി കാണുന്ന മാതിരി അങ്ങോട്ട് കൊള്ളടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു, അങ്ങോട്ട് അടിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ഇരിക്കും 1973 തൂങ്കുഴി അന്നത്തെ റെക്ടർ തൂങ്കുഴി അച്ഛൻ ബിഷപ്പാകുന്നു. ബിഷപ്പായി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നാൽ മാനന്തവാടിക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് എനിക്ക് ആപ്ലിക്കേഷൻ ഇട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാനന്തവാടിക്കാരനായത്. തൂങ്കുഴിപ്പിതാവ് ഒരു പാട്ടിൻ്റെ സംശയം പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് പാടാൻ അറിയാം. ഇതാണ്: വിണ്ണിൽ നിന്ന് സമാഗതമായൊരു ജീവദായകമപ്പം ഞാൻ. ഇതിൻ്റെ താളം എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം അത് താളം തന്നെയാണ്. ഒരു വിണ്ണിൽ നിന്നു സമാഗതമായൊരു അവിടെ ഒരു ബീറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതേ ഉള്ളൂ. എന്നാൽ പിള്ളേരെ പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി പെരുന്നാളിലൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് പാടി. സെമിനാരിയിലെ പഠനകാലത്തും സംഗീത സാധന ഒഴിവാക്കിയിരുന്നില്ല. അതുകൊണ്ടാവാം വൈദികനാവുന്നതിന് മുൻപ് തന്നെ ചില അംഗീകാരങ്ങൾ ഈ വൈദികാർത്ഥിയെ തേടി വന്നത്. തിയോളജിക്കും ഫിലോസഫിക്കുമൊപ്പം കർണാടക സംഗീതം നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൻ്റെ അംഗീകാരം. ഫിലോസഫി പഠിക്കുന്ന കാലത്ത് ഡൊമിനിക് എന്ന് പറയുന്ന റെക്ടർ അച്ഛനൊക്കെ സ്പാനിഷുകാരനാണ്. ഇന്ത്യൻ മ്യൂസിക് വലിയ ഇഷ്ടമുള്ള ആളാണ്. ആ വർഷം തന്നെ എന്നെ ഫിലോസഫിയിലും തിയോളജിയിലും സംഗീതം പഠിപ്പിക്കാനായിട്ട് നിയമിച്ചു. ഞാനങ്ങനെ രണ്ടിടത്തും സംഗീതം പഠിപ്പിച്ചിരുന്നു. ചില അച്ഛന്മാരും കൂടെ ഒന്ന് സംഗീതം പഠിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗാനമേളകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര മേളയായിട്ട് ഇങ്ങനെ ഫിലോസഫി കഴിഞ്ഞു, തിയോളജിയിൽ ചെന്ന് തിയോളജിയൊക്കെ ആയിട്ട് അന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ KCY നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു മത്സരം നടക്കുന്നത്. ഞാൻ ഉൾപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ആണ്. ആ വർഷം ഉൾപ്പെടാനിരിക്കുന്നതാണ്. ആ വർഷത്തിലൂടെ മത്സരം. അപ്പോൾ ഞാനിവിടെ വെക്കേഷന് വന്ന് ഇവിടുത്തെ കത്തീഡ്രലാണ് കാട്ടടിച്ചനെന്ന് വികാരിയായിരുന്നു. അദ്ദേഹത്തിന് പാട്ട് വലിയ താല്പര്യമാണ്. അപ്പോൾ മത്സരത്തിൽ നമ്മൾ വിജയനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അന്ന് ഹാർമോണിയത്തിൽ മത്സരിക്കുക. അപ്പോഴേ ഞാൻ സംബന്ധിച്ചെങ്കിലും എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇവിടെ വലിയ ആളാന്ന് പറഞ്ഞിരിക്കുകയും അവിടെ ചെന്നിട്ട് ഓൾ കേരള മത്സരമാണ്. ഈ ഹാർമോണിയം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. വിൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാർമോണിയം, ഫ്ലൂട്ട്, ക്ലാറിനെറ്റ് എല്ലാ സംഗതിയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് മത്സരം. ഒരെണ്ണത്തിന് സമ്മാനം കിട്ടുള്ളൂ. ഏതായാലും ഇവിടെ നിന്നൊരു ഉള്ളതല്ല അതിലേ കൊള്ളാവുന്ന എന്താ മുതൽ ഈ ഹാർമോണിയൊന്നും അന്നില്ല. കോൺവെൻറ്റുള്ളൊരു ഹാർമോണിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി അങ്ങനെ അങ്ങോട്ട് മത്സരം നടത്തി. 10 മിനിറ്റ് മത്സരമായിരുന്നു. ഏതായാലും എല്ലാം കഴിയുമ്പോഴത്തേനും വിജയന് 1ാം സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. മാനന്തവാടിയിൽ നിന്ന് വന്നുള്ള വലിയ ആഘോഷമായിട്ട് തന്നെ വണ്ടിയിലൊക്കെ ജൈവിളികളുമായിട്ട് അതിലെ കൊണ്ട് നടന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ടാണ് പത്രക്കാർ അറിയുന്നത് ഇവൻ ഒരു സെമിനാരിക്കാരനാണെന്നുള്ളവർ പറയുന്നത്. അത് വലിയ വാർത്തയായിട്ട് ദീപികയിലും മനോരമയിലൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ആ വർഷം കാട്ടടിച്ചനാണ് എനിക്ക് ആദ്യമായിട്ട് ഉടുപ്പിൽ തുണി വാങ്ങിച്ചു തരുന്നത്. ഈ സമ്മാനം വാങ്ങിച്ചതിൻ്റെ കെയർ ഓഫിൽ. കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിട
നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമ്മകൾ പീലി